ചീപ്പായിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റ് കേരളത്തിൽ കുറേ ഉണ്ട്. അതിനൊരു ഹിഡൻ കോസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് പുതുതായിട്ട് ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ട്. ഒരുപാട് അഡ്വർടൈസ്മെന്റ്സും കാണാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. നമ്മൾ അൺലിമിറ്റഡ് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് പ്രൈസ്, അതായത് വളരെ ചീപ്പർ, നമ്മൾ ഈ പറയുന്ന ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നതിനേക്കാളും ഒരു 2,000-3,000 രൂപ കൂടുതൽ കൊടുത്ത് നമുക്കൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കേരളത്തിലെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കുറഞ്ഞ് നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് വിച്ച് ഈസ് ഹിഡൻ, ലൈക്ക് ആൾക്കാർ അറിയാത്തത്. ഇപ്പം ബേസിക്കലി നമ്മൾ കണ്ടിട്ടുണ്ട് 20,000 രൂപയ്ക്കൊക്കെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി നടക്കും. പ്രൊഫഷണൽ ചെയ്യുവാണെങ്കിൽ ഇതൊരിക്കലും പറ്റില്ല. പക്ഷേ ഇത് എപ്പോഴാണ് പറ്റുക, ഇത്രയും ചീപ്പറായിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ നമുക്ക് ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൈസ് കുറച്ച് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വർക്ക് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. ഇറ്റ്സ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. നമ്മളെടുത്ത് ക്ലയൻസ് വരുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു തേങ്ങ വാങ്ങിച്ചിട്ട് അത് കൊപ്രയാക്കി എണ്ണയാക്കി വരുന്ന പൈസ, അതിന് വരുന്നൊരു കോസ്റ്റ് ആയിരിക്കണം വെളിച്ചെണ്ണയ്ക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തേങ്ങനേക്കാളും കുറഞ്ഞ പ്രൈസിൽ വെളിച്ചെണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൊപ്രയിൽ നിന്നുണ്ടാക്കിയ വെളിച്ചെണ്ണ ആയിരിക്കില്ല എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു 20,000 രൂപയ്ക്ക് ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ കോസ്റ്റ്, സാലറി, ഈ പറയുന്ന ക്ലിനിക്കിന്റെ റെന്റ്. അപ്പോൾ ഡെഫിനറ്റ് ആണ് ഈ പ്രൊഫഷണൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരിക്കലും പോസിബിൾ അല്ല ഈ പ്രൈസിന് ചെയ്യാനായിട്ട്.